ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് നമുക്കൊപ്പമുണ്ട്. യാത്ര അവസാന ഘട്ടത്തിലാണ്. എങ്ങനെയാണ് കേരള മനസ്സ്? ഒപ്പം തന്നെ പരാതികളും ഒട്ടേറെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ പരിഹാരം ഉണ്ടാക്കും? ഒപ്പം തന്നെ കേരള മനസ്സ് എങ്ങനെ വിലയിരുത്തുന്നു? ലോകത്തിനാകെ മാതൃകയായ ഒരു പരിപാടിയായി നവകേരള സദസ്സ് മാറി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു സർക്കാർ ജനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ലോകത്ത് പുതുമ നിറഞ്ഞൊരു പ്രവർത്തനമാണ്. ജനങ്ങളെ കേൾക്കുന്നു, 2.5 വർഷം ചെയ്ത കാര്യങ്ങൾ പറയുന്നു, ഇനിയുള്ള 2.5 വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുന്നു. ഒരു നവകേരളം സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഇടപെടലാണ്. അത് പൊതുവെ ജനം സ്വീകരിച്ചു. വലിയ നിലയിലുള്ള പിന്തുണ അതിന് വന്നു. അതിനെ ബഹിഷ്കരിക്കാനും വക്രീകരിക്കാനും കലാപ സൃഷ്ടിക്കാനും ശ്രമിച്ചവർ ഒറ്റപ്പെട്ടു. അവരുടെ പാർട്ടിയിൽ തന്നെ അവർ ഒറ്റപ്പെട്ടു. ഇന്നിപ്പോൾ പ്രതിപക്ഷം സമരം സജീവമാക്കാനുള്ള തീരുമാനമെടുക്കുന്നു. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രസ്താവന കാണുന്നത്? ലോകത്ത് ആദ്യമായിട്ടായിരിക്കും സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് എന്താണ് സമരത്തിൻ്റെ മുദ്രാവാക്യം എന്നറിയാത്തത്. നിങ്ങൾ ഈ സമരത്തിലേക്ക് വലിച്ചഴക്കപ്പെട്ട യുവജന വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ എന്താണ് ഇതിൻ്റെ മുദ്രാവാക്യമെന്ന് ചോദിച്ചാൽ അതിൽ 99% മുദ്രാവാക്യം അറിയില്ല. അപ്പോൾ ഈ കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ സമരത്തിന് ആളെ കൊണ്ട്, സമരം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനസ്സിന്ന് വരേണ്ട ഒരു വികാരമാണ്. ഇത് ഈ ഗവൺമെൻറ്റിനെ ആകെ മോശമാക്കാൻ, മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ തെറി വിളിക്കാൻ പ്രതിപക്ഷ നേതാവിന് നേതൃത്വം കൊടുക്കുന്നു. KPC പ്രസിഡന്റ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ നിലപാട് സ്വീകരിക്കുന്നു. അധികാര കൊതിമൂത്ത് ഇനി ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നുള്ള നിരാശാബോധം അന്ധമായ LDF സർക്കാർ വിരുദ്ധതയിലേക്ക് എത്തുന്നു. അത് BJP രാഷ്ട്രീയത്തെ സഹായിക്കുന്ന നിലപാടിലെത്തുന്നു. അതിൻ്റെ ഭാഗമായി സമരത്ത് പങ്കെടുക്കുന്നവർക്ക് സമരത്തിൻ്റെ മുദ്രാവാക്യം എന്താണെന്ന് അറിയാത്ത ലോകത്തെ ആദ്യത്തെ സമരമായി സമരത്തെ മാറ്റാം. ഈ K. സുധാകരൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് വിമർശനങ്ങൾക്ക് മറുപടി 23-ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നടന്ന മാർച്ചിൽ നൽകുമെന്നാണ്. ഇത്തരം പ്രസ്താവനകളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നവകേരള സദസ്സിൻ്റെ മറുപടിയായിട്ട് എല്ലാ നിയമസഭാ മണ്ഡലത്തിലും എന്തോ ഒരു പരിപാടി നടത്താമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരെന്തിരുന്ന് മറന്നുപോയി. കുറ്റവിചാരണ എന്തോ ഒരു സദസ്സ്. അതിലെ പങ്കാളിത്തം നമുക്ക് അറിയാം. ഒരു 100 കസേരക്ക് ആളെ തികഞ്ഞു. അപ്പോൾ അതൊക്കെ ജനങ്ങൾ പൊതുവെ കാണുന്നതാണ്. അത് ആ നിലയിലാണ്. KPC പ്രസിഡന്റ് ഇപ്പോൾ സമീപ ദിവസത്തെ പ്രസ്താവന തന്നെ ചാൻസലർ വിഷയത്തിൽ ഒരു BJP നേതാവ് പോലും പറയാൻ മടിക്കുന്ന കാര്യമാണ്. RSS ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലൊരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ നെക്സസിൻ്റെ പ്രവർത്തനം BJP കോൺഗ്രസ് നേതാക്കന്മാർ, ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ, കനകോലു ഒക്കെ ഒത്തുകൂടിയുള്ള ഒരു അവിയൽ സാമ്പാർ മുന്നണിയാണത്. K. സുരേന്ദ്രൻ ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഗവർണർക്കെതിരെ ഇനിയും പ്രതിഷേധമുണ്ടായാൽ BJP പ്രവർത്തകരെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നാണ് പറയുന്നത്. ആ ഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ, സുരേന്ദ്രൻ അടക്കം സമാനമായ പ്രസ്താവന ബോധപൂർവ്വം കേരളത്തിലൊരു അദൃശ്യ മുന്നണി പ്രവർത്തിക്കുന്നുണ്ട്. അദൃശ്യ ഐക്യ ജനാധിപത്യ വിരുദ്ധ മുന്നണി. അതിൽ KPC പ്രസിഡന്റ് ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, BJP സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്, കനകോലു ഉണ്ട്, ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ്. ഈ സർക്കാരിനെ പിരിച്ചുവിട്ട് കളയാം എന്നാണ് ചിലർ പറഞ്ഞു എന്നാണ് പത്രത്തിൽ വായിച്ചത്. അങ്ങനെ പിരിച്ചുവിട്ടാൽ ഇപ്പോൾ ഉള്ള സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി LDF സർക്കാർ അധികാരത്തിൽ വരും. തീർച്ചയായും കേരളത്തിൽ നവകേരള സദസ്സിലൂടെ വലിയ മാറ്റം, പുതുചരിത്രം സൃഷ്ടിക്കപ്പെടും എന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറയുന്നത്. അതിനൊപ്പം തന്നെ K. സുരേന്ദ്രന് മറുപടിയുണ്ട്, K. സുധാകരന് മറുപടിയുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും വീണ്ടും ആവർത്തിച്ച് മറുപടി നൽകുകയാണ്. ഇപ്പോൾ നടത്തുന്ന ആഹ്വാനങ്ങൾ, ഈ പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങൾക്കെതിരെയുള്ള വിമർശനം, മറ്റൊന്ന് സംസ്ഥാനത്ത് BJPയും കോൺഗ്രസും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ട് എന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ആരോപിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷിനൊപ്പം റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.